ഇതെന്തോ റൊണാൾഡോ പോവാണോ? പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്നു. എന്തോ തങ്കം ചേട്ടത്തി എന്നെ അത്ര പെട്ടെന്ന് പറഞ്ഞുവിടാൻ കൊതിയായിരിക്കുവാണോ? അതല്ല ചോദിച്ചത്, ഇത് അടുക്കി പറക്കണോണ്ട് ചോദിച്ചതാ. എനിക്കറിയാം തങ്കം ചേട്ടത്തി അങ്ങനെ ഉദ്ദേശിച്ച് ചോദിച്ചതായിരിക്കത്തില്ല. കാര്യം അവസരം കിട്ടുന്നിടത്ത് പറ്റിക്കൂടുന്ന ആളല്ലെന്ന് എൻ്റെ സ്വഭാവം നന്നായിട്ട് ചേട്ടത്തിക്ക് അറിയാമല്ലോ. പിന്നെ ഇപ്പൊ എന്തോ ഈ തപ്പണ എന്തോ? ഇതിനകത്തൊരു സാധനം വെച്ച കാണത്തില്ലെന്ന് പറഞ്ഞാൽ. എന്ത് സാധനം? കുറച്ച് പൈസ കാണുന്നില്ല. പൈസ വെച്ചിട്ട് കാണില്ലേ? അയ്യോ ദൈവമേ, സൂക്ഷിച്ചൊക്കെ വെക്കണ്ടെന്ന് എന്റെ ഈ തരായിരുന്നില്ലേ? പൈസ ഒക്കെ ഇങ്ങനെ ബാഗിലാണ് എടുത്തിരുന്നത്. ബാഗിലല്ലേ എപ്പോഴും വെക്കുന്നത്. ഇതിലൊക്കെ നോക്കിയോ? അതിലെല്ലാം നോക്കി. എന്നത് പറയണ്ടേ ഒരു വാക്ക്. എത്ര പൈസ ഉണ്ടായിരുന്നു? കുറെ ഉണ്ടായിരുന്നോ? കൂടുതലൊന്നും ഇല്ലെന്നേ. കഴിഞ്ഞ വിഷുവിന് കൈനീട്ടം കിട്ടിയതാ. അത് ഇതിനകത്താ വെച്ചിരുന്നേ. 10 പുതിയ നോട്ട് ഉടയാതെ ഞാൻ ഈ അറയെ വെച്ചിരുന്നേ. കാണുന്നില്ല. 10 രൂപ? നാളുടെ 10 രൂപയ്ക്ക് വേണ്ടിട്ടാണ് ഇമാതിരി കിടന്ന് അരിച്ചു പറക്കണത്. എന്തോ ചേട്ടത്തി 10 രൂപയ്ക്ക് 10 രൂപയുടേതായ വിലയില്ലേ? ഓ കഷ്ടം. മനുഷ്യൻ ആദ്യം പിടിച്ച് ചത്തേനെ. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരാള് പൈസ കൊണ്ടുവന്ന് വെച്ചിട്ട് കാണാനില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ? എന്നാ 10 രൂപ ഞാൻ തരാം. ഇനി അതിന് വേണ്ടിട്ട് അരിച്ചു പറക്കണ്ട. പക്ഷെ 10 രൂപ തിരിച്ചു തരണം. അത് തരും. പലിശ ചേർത്ത് തരും. പലിശയൊന്നും വേണ്ട, 10 രൂപ തിരിച്ചു തന്നാൽ മതി. എന്തിനിപ്പത്? നമ്മുടെ ബാബുണ്ണന്റെ പലവ്യഞ്ജനക്കടയിലെ നല്ല അരിയുണ്ട വന്നിരിക്കുന്നു. കണ്ടപ്പോ തന്നെ കൊതി തോന്നി. മധുരം ഇല്ലാത്തതുകൊണ്ട് നാക്കിനൊന്നും ഒരു വഴുവഴുപ്പില്ല. മധുരം തിന്നാ ഷുഗർ വരും. അരിയുണ്ടെന്ന് പേര് കേട്ടപ്പോ തന്നെ 2 പേരെ വായിൽ മുല്ലപ്പെരിയാറിലെ ഡാം പോലെ വെള്ളം നിറഞ്ഞില്ലേ? അപ്പൊ കണ്ട എന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ക്ലീറ്റോ മച്ചമ്പിയോടെ പോയി. ക്ലീറ്റോ പോയല്ലോ രാവിലെ പാർട്ടിയുടെ മീറ്റിങ്ങിന്. എന്തൊരു ചെയ്ത്ത എന്നോട് ചെയ്തത്. ഞാനും പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ഒരു നേതാവല്ലേ. എന്നോടത്ത് ഒരു വാക്കുപോലും പറയാതെ ക്ലീറ്റോ മച്ചമ്പി പോയ എന്താണ്? അത് മറ്റേ ജില്ലാ തലത്തിലുള്ള മീറ്റിംഗ് ആണ്. അപ്പൊ നേതാക്കന്മാർ മാത്രമല്ലേ കാണുള്ളൂ? ജില്ലാ തലമല്ല, ഏത് തലമായാലും എന്നെ കൂടെ അറിയിക്കണ്ടേ? ഞാനും വളർന്നു വരുന്ന ഒരു യുവ നേതാവല്ലേ. അല്ല അമ്മ, വലിയ വലിയ നേതാക്കളേ ഉള്ളൂ. അല്ലേ അങ്ങനെ വിളിക്കൂല. തങ്കം ചേട്ടത്തിക്ക് ഒന്നും തോന്നരുത്. അടുത്ത പാർട്ടി മീറ്റിങ്ങിന് ക്ലീറ്റോ മച്ചമ്പിക്കെതിരെ ശക്തമായിട്ട് ഞാൻ വാദിക്കും. കാര്യം എന്നെ ഒഴിവാക്കുന്നത് പാർട്ടി കൂടി അറിഞ്ഞിട്ടാണോ എന്ന് എനിക്കൊന്നും അറിയണമല്ലോ. അതല്ല തന്നെ. അപ്പൊ ഡാഡിക്ക് കുറച്ചുകൂടെ വളരാൻ ഇത് കിട്ടും. എന്നാലും റൊണാൾഡിനെ കൊണ്ടുവന്ന ഒരാൾ അങ്ങനെ ദ്രോഹിക്കാൻ പാടുണ്ടോ? ദ്രോഹിച്ചതല്ലല്ലോ, എൻ്റെ അടുത്തൊരു വാക്ക് പറയാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ. എന്തായാലും വരുമ്പോൾ കാണാം. ഞാൻ പോയി അരിയുണ്ട് മേടിച്ചോണ്ട് താ വരുന്നു. ബാഗോട്ടിരിക്കുന്ന കേട്ടോ. 10 രൂപ മതി അരിയുണ്ടെങ്കിൽ? 2 10 രൂപ മതി. മതിയല്ലേ? കോമഡി എന്നല്ലേ? കോമഡി തന്നെ. പക്ഷെ എനിക്ക് വേറൊരു കാര്യത്തിൽ നല്ല സന്തോഷമുണ്ട്. എന്ത്? എൻ്റെ ആങ്ങളേനെ നിന്റെ ഡാഡി എന്തോരം ദ്രോഹിച്ചിട്ടുണ്ടടി. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ ആ പാവത്തിന് എന്തെല്ലാം പറഞ്ഞ്. അതിനുള്ള ശിക്ഷയാണ് ഇപ്പൊ ഈ റൊണാൾഡിന്റെ രൂപത്തിൽ ഈ കസേരനെ എഴുന്നേറ്റ് പോയത്. അമ്മയ്ക്ക് എന്തോ എന്ത് ചുക്ക് പോലെ ഡാഡി എടുത്ത് കളയും. എന്നിട്ട് എന്റെ ഡാഡി ഒന്നും പറയാതെ ഇറങ്ങി ഓടിക്കളഞ്ഞത്? അത് അംഗീകരിക്കടി. നോക്കിക്കോ എടി, നിന്റെ ഡാഡിക്ക് മതിയായിട്ടുണ്ട്. എന്തോന്ന് മതിയായി ഇപ്പൊ നോക്കിക്കോ ഡാഡി. പിന്നെ ഡാഡി മൈൻഡ് പോലും ഉണ്ടാക്കുന്നുണ്ടാവില്ല. ഡാഡിക്ക് ഉറക്കമില്ല. രാത്രി കട്ടിലേ കിടന്ന് അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് തിരിയുന്നു. പോയി പണി നോക്കുന്നേ. അമ്മ ചുമ്മാ തോന്നലാണ് പോവാണ്. ഇത് മടക്കി വെക്ക്. മടക്കി വെക്ക്, ഞാൻ ഇവിടെ ജോലിയിലാണ്. ഇടി അതവിടെ ഇരുന്നിട്ട് മടക്കിയാ പോരോ? വായനല്ലേ? അത് മടക്കി വെക്കൂഞ്ഞേ.